ഡിയേഴ്സ് ഞാനിവിടെ ഗോതമ്പ് മാവ് വെച്ചിട്ടൊരു റെസിപ്പി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മക്രോണിയൊക്കെ ഉണ്ടാക്കുന്നില്ല അതേപോലെ തന്നെ കേട്ടോ. അതിന് പകരം ഞാൻ ഗോതമ്പ് മാവ് നന്നായിട്ട് എണ്ണ തടവി കുഴച്ചെടുത്തിട്ട് അതിൽ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ആവി കയറ്റി വേവിക്കുകയും ചെയ്യാം, വെള്ളത്തിലും വേവിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ആവി കയറ്റി വേവിച്ചതാണ് കേട്ടോ. ഞാൻ രണ്ട് രീതിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് അതാണ്. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് വേഗം വേവിച്ച് ഊറ്റിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഊറ്റിയെടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ ഒരു 1.5 ഉള്ളിയും ഒരു തക്കാളിയും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും എടുക്കുന്നുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. അതിന് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കുക. അവിടെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ കഴുകിയെടുക്കണം. ആ ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 3 വിസിലടിച്ച് വേവിക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാറോട് കൂടി തന്നെ നമ്മൾ വേവിച്ച് വെച്ച ആ ഗോതമ്പിൻ്റെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുറുക്കി വേവിച്ചെടുക്കുക, അതിലൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ്ങിൽ ചായക്കായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.